കാബേജ് തോരൻ തയ്യാറാക്കാൻ അറിയാൻ വയ്യാത്ത മക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. നമ്മളുടെ മക്കളൊക്കെ പുറത്തേക്കൊക്കെ പഠിക്കാൻ പോകുന്ന സമയത്ത് നമ്മുടെ വീട്ടിലെ എല്ലാ ജോലികളും അവർ അറിഞ്ഞിട്ടല്ലല്ലോ പോവുക. കുട്ടികളൊക്കെ കൂട്ടുകാരുമായിട്ട് താമസിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. ഓണം അടുത്ത് വരുമ്പോൾ നമ്മൾ പല തോരൻ തയ്യാറാക്കാറുണ്ട്. ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന തോരൻ കാബേജാണ്. അപ്പോൾ കാബേജ് തോരൻ എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. കാബേജ് തോരൻ വെക്കാനായിട്ട് ഒരു കാബേജ് ചോപ്പറിലിട്ട് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു ഉള്ളിയും കൂടെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് തോരനാക്കാം. ആദ്യം ഒരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു. ചൂടായ എണ്ണയിലേക്ക് അല്പം കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടാൻ തുടങ്ങുമ്പോൾ ഞാനൊരു പാത്രം കണ്ട് ഇങ്ങനെ കവർ ചെയ്യാറുണ്ട്. ഇല്ലെങ്കിൽ എൻ്റെ അടുപ്പ് നിറയെ ഈ കടുക് പൊട്ടിത്തെറിക്കും. കടുക് ഒന്ന് പൊട്ടട്ടെ. കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞു. അരിഞ്ഞു വെച്ച കാബേജ് ഉള്ളിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് അരിഞ്ഞു വെച്ചതല്ല, ചോപ്പ് ചെയ്ത് വെച്ചതാണ്. അതിലേക്ക് കുറച്ച് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടു. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിനെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. സാധാരണ കാബേജ് തോരൻ വെക്കുമ്പോൾ ചെറുതായിട്ട് ഇച്ചിരി ഇഞ്ചി കൂടി പൊടിച്ചിടാറുണ്ട്. അപ്പോൾ അല്പം ഇഞ്ചി ഇട്ട് കൊടുത്തു. അപ്പോൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇത് ആവിയിലിരുന്നൊന്ന് വേകട്ടെ. കാബേജ് തോരൻ വയ്ക്കുമ്പോൾ നമ്മൾ അടച്ചു വെക്കുന്നതിന് ഫുൾ അടയ്ക്കരുത്. അല്പം ഒന്ന് തുറന്ന് വെച്ചിരിക്കണം, ഇല്ലെങ്കിൽ കാബേജിൻ്റെ കയ്പ്പ് ഇറങ്ങുമെന്നാണ് പറയുക. അപ്പോൾ ഞാൻ അല്പം ഒന്ന് തുറന്ന് വെച്ചിട്ട് ഇത് അടച്ചു വെച്ചിട്ടുണ്ട്. കാബേജിന് നല്ല ആവിയൊക്കെ വന്നിട്ടുണ്ട്. കാബേജ് പകുതി വെന്തു. ഇനി ഒരിച്ചിരി നേരം കൂടി ഇരിക്കുമ്പോഴേക്കും ഇത് വെന്ത് കിട്ടും. ഇത് ഒരുപാട് സമയമൊന്നും നമ്മൾ വെച്ച് വേവിക്കേണ്ട കാര്യമില്ല. ഇതിനകത്തിൽ ഞാൻ മഞ്ഞൾ പൊടിയൊന്നും ഇടുന്നില്ല. നമ്മൾ സാധാരണ വെളുത്ത തോരൻ എന്ന് പറയില്ലേ, വെള്ളത്തോരൻ, അതാണ് ഇന്ന് റെഡിയാക്കുന്നത്. അപ്പോൾ ഇത് വെന്തു ഏകദേശം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം, ഫ്രഷ് തേങ്ങ. അപ്പോൾ ഇതിലേക്ക് തേങ്ങ ഇട്ടു. ഇനി ഈ തേങ്ങയും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് ദൂരെയൊക്കെ താമസിക്കുന്ന മക്കൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും ചില മക്കൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ആൻറ്റി എങ്ങനെയാണ് ഈ കാബേജ് തോരൻ വയ്ക്കുകയെന്ന്. അപ്പോൾ ആ മക്കളൊക്കെ ഇപ്പോൾ പല സ്ഥലങ്ങളിലുണ്ട്. അവർക്ക് വേണ്ടി കൂടിയാണ് ഈ വീഡിയോ. പിന്നെ ബാച്ചിലേഴ്സിന് അറിയാൻ വയ്യാത്തവർക്ക് ഉപകാരമാകും. അമ്മമാർക്കല്ല ഈ പണികളൊക്കെ അറിയാമെന്നേ. അവർക്കൊന്നും ഇതൊന്നും കാണേണ്ട ആവശ്യം വരില്ല. അപ്പോൾ ഇത് വെന്തു. കാബേജ് ഒരുപാട് വെന്ത് പോകരുത്. അതിലൊരു ചെറിയ ക്രിസ്പ് നിൽക്കണം. അപ്പോഴാണ് ആ കാബേജ് തോരൻ നമുക്ക് കഴിക്കാനും ആരോഗ്യത്തിനും നല്ലത്. അങ്ങനെ നമ്മുടെ കാബേജ് തോരൻ റെഡി ആയിട്ടുണ്ട്. ഇതാ നോക്കൂ, നല്ല സൂപ്പർ കാബേജ് തോരനല്ലേ.